രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നു. എംപിമാർ മത്സരിക്കേണ്ടതില്ലെന്ന തീരുമാനത്തിൽ വിട്ടുവീഴ്ച ചെയ്തതിൽ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് അതൃപ്തിയുണ്ട്. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഡൽഹിയിൽ തുടരുകയാണ്. ബൽറാമാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, രാത്രി ഏറെ വൈകിയും ഈ ചർച്ചകൾ നീണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. ദേശീയ അധ്യക്ഷന് എംപിമാർ വീണ്ടും മത്സരിക്കുന്നതിലുള്ള അതൃപ്തിയാണോ ഇത്തരത്തിൽ വീണ്ടും ഈ ചർച്ചകൾ ഇങ്ങനെ നീളാനുള്ള കാരണം? അമൽ, തീർച്ചയായും പാർട്ടിയുടെ അധ്യക്ഷൻ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ പാർട്ടി നേരത്തെ എടുത്ത ഒരു തീരുമാനം, അതിൽ എന്തുകൊണ്ട് ഇളവുകൾ വരുത്തി, എന്ത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ എംപിമാർ ഡൽഹിയിൽ ഇപ്പോഴും തിരക്കിട്ട ചർച്ചകൾ രാത്രി ഏറെ വൈകിയും നടക്കുകയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ആ പാർട്ടിയുടെ അണികൾ. പക്ഷേ ഇപ്പോഴും അതിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്താനായിട്ടില്ല. പ്രത്യേകിച്ച് K. സുധാകരൻ മത്സരിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം MP എന്നുള്ള നിലയിൽ നിലവിൽ പ്രവർത്തിക്കുകയാണ്. അങ്ങനെ ഒരാൾ എന്തിന് നിയമസഭയിലേക്ക് മത്സരിക്കുന്നു എന്നുള്ളൊരു ചോദ്യം ആണ് മല്ലികാർജ്ജുൻ ഖാർഗെ ഉയർത്തുന്നത്. അക്കാര്യത്തിൽ അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട്. നേരത്തെ K. സുധാകരന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അദ്ദേഹത്തെ കണ്ണൂരിൽ മത്സരിപ്പിക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരുന്നു. അങ്ങനെ ഈ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് വൈകുന്നേരത്തോടുകൂടി പ്രഖ്യാപിക്കാമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ. അപ്പോഴാണ് ദേശീയ അധ്യക്ഷൻ ഇക്കാര്യത്തിൽ ഒരു അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ട് എംപിമാർ നിയമസഭയിലേക്ക് മത്സരിക്കണമെന്നുള്ളൊരു ചോദ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത്. ഇപ്പോഴും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഡൽഹിയിൽ തുടരുകയാണ്. ഇക്കാര്യത്തിൽ ഒരു സമവായത്തിലേക്ക് എത്തുവാൻ കോൺഗ്രസിൽ ഇപ്പോഴും ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ബൽറാം തുടരുന്നുണ്ട്. ബൽറാം, മറ്റെന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഈ യോഗം സംബന്ധിച്ച്? അമൽ, യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ. ഈ യോഗം അത് ഒരു അരമണിക്കൂറിനകം പൂർത്തിയാകുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ യോഗം ചേരുന്ന ഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നത്. കാരണം ഈ വിഷയത്തിൽ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ ഈ തീരുമാനം തിരുത്താനിടയായ സാഹചര്യം സംബന്ധിച്ച അതൃപ്തി രേഖപ്പെടുത്തിയ ഘട്ടത്തിൽ അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഈ ഒരു യോഗത്തിന് ഇടയാക്കിയ സാഹചര്യം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, കൂടാതെ KC വേണുഗോപാൽ, മധുസൂദൻ മിസ്ത്രി അടക്കമുള്ള നേതാക്കൾ, മുഴുവൻ CC അംഗങ്ങളും പങ്കെടുക്കുന്ന ഒരു യോഗമാണ് ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക, ഒപ്പം തന്നെ ചില സീറ്റുകൾ സംബന്ധിച്ച് വീണ്ടും തർക്കങ്ങൾ തുടർന്നിരുന്നു. അല്ലെങ്കിൽ ഒരു ഒറ്റ പേരിലേക്ക് എത്താൻ കഴിയാത്ത 4 മണ്ഡലങ്ങൾ കൂടി ഉള്ള ഒരു സാഹചര്യമുണ്ട്. അതിൽ ഒന്ന് കൊച്ചിയാണ്. കൊച്ചിയിൽ 2 പേരുകൾ ഉണ്ട്. സമാനമായി തന്നെ മറ്റ് 3 മണ്ഡലങ്ങളിൽ കൂടി ഒന്നിലധികം പേരുകളാണ് അവസാന ഘട്ടത്തിൽ എത്തിയപ്പോഴും ഉണ്ടായിരുന്നത്. ഇതും ഈ പ്രതിസന്ധി, അല്ലെങ്കിൽ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക, അത് 40 പേരുടെ പേരുകൾ അടങ്ങുന്ന ഒരു പട്ടിക ആണ് വരേണ്ടത്. അതിലേക്ക് ആ ഒരു എണ്ണത്തിലേക്ക് എത്തില്ല. ഒരു 30ഓളം അല്ലെങ്കിൽ 30-35 സീറ്റുകൾ വരെ മാത്രമേ പ്രഖ്യാപിക്കാൻ കഴിയൂ എന്ന സാഹചര്യം ഉണ്ടാക്കിയിരുന്നു. തർക്കം നിലനിന്നിരുന്ന മണ്ഡലങ്ങൾ നെടുമങ്ങാട്, ഒപ്പം തന്നെ വാമനപുരം, ഇടുക്കി എന്നീ സീറ്റുകളും കൊച്ചി സീറ്റ്, ഇത്തരത്തിൽ 4 സീറ്റുകളിൽ തർക്കം നിലനിന്നിരുന്നു. നെടുമങ്ങാട് മീനാങ്കൽ കുമാർ, BRM ഷഫീർ എന്നീ പേരുകൾ, വാമനപുരത്ത് പാലോട് രവിയും സുധീർ ഷാ പാലോടും പേരുകൾ, കൂടാതെ ഇടുക്കിയിൽ ജോയ് വെട്ടിക്കുഴി, റോയ് K. പൗലോസ് എന്നീ പേരുകളും പരിഗണനയിൽ ഉണ്ടായിരുന്നു. കൂടാതെ കൊച്ചിയിൽ ദീപ്തി മേരി വർഗീസിന്റെ പേര് KC വേണുഗോപാൽ മുന്നോട്ട് വെച്ചിരുന്നു. ഇതെല്ലാം തന്നെ തർക്കത്തിന് ഇടയാക്കിയ ഒരു സാഹചര്യമാണ്. ഇത് പരിഹരിക്കാം, അടുത്ത ഘട്ടത്തിലേക്ക് പരിഹരിക്കാം എന്ന ഒരു തരത്തിലേക്ക് വരെ തീരുമാനങ്ങൾ നീളുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കേരളത്തിന് വേണ്ടി, അല്ലെങ്കിൽ കേരളത്തിലെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക, 40 പേരുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടി ഇന്ന് ചേരുന്ന 3ാമത്തെ യോഗമാണ് ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചേരുന്നത്. ആദ്യഘട്ട യോഗം അത് 7 മണിയോടെ അവസാനിപ്പിച്ചിരുന്നതായിരുന്നു. എന്നാൽ പിന്നീട് വീണ്ടും യോഗം ചേരാൻ തീരുമാനിക്കുകയും ആ ഒരു യോഗത്തിൽ K. സുധാകരൻ, അടൂർ പ്രകാശ് എന്നിവർക്ക് സീറ്റുകൾ നൽകാം എന്ന ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അതിൽ പിന്നീടും കൂടുതൽ ആശയക്കുഴപ്പങ്ങൾക്ക് ഇടയാക്കി, അത് കൂടുതൽ സങ്കീർണതകൾക്ക് ഇടയാക്കി. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ ഈ ഒരു തീരുമാനം, ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തതിനെതിരെ എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്ന മുൻ തീരുമാനം ഉപേക്ഷിച്ച് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തതിനെ ചോദ്യം ചെയ്ത് അദ്ദേഹം അതൃപ്തി പ്രകടിപ്പിച്ച് രംഗത്തെത്തിയതാണ്. അത് പരിഹരിക്കുന്നതിനുള്ള, ഈ ഒരു സങ്കീർണ സാഹചര്യം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള യോഗമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും യോഗം ഇപ്പോഴും തുടരുന്നു. 1 മണിക്കൂറിലേറെ പിന്നിട്ടിരിക്കുന്നു ഈ ഒരു യോഗം. കൃത്യം 11 മണിക്കാണ് ഈ യോഗം ആരംഭിച്ചത്.
നേതാക്കളെല്ലാം തന്നെ എത്തിച്ചേർന്നത് ഈ ഈ ഒരു സമയത്താണ്. തുടർന്ന് ഉടൻ തന്നെ യോഗത്തിലേക്ക് കടക്കുകയായിരുന്നു. എന്നാൽ ഇതുവരെയും യോഗം അവസാനിച്ചിട്ടില്ല. ഇന്ന് തന്നെ ഈ യോഗം പൂർത്തിയാകുന്നതോടുകൂടി തന്നെ കേരളത്തിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരും എന്നാണ് നേതാക്കൾ അറിയിക്കുന്നത്. അത് രാത്രി വൈകിയാലും ഈ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് രാത്രി തന്നെ പുറത്തിറക്കാനുള്ള ഒരു തീരുമാനത്തിലാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അഭിമാന പ്രശ്നം കൂടിയാണ്. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനകം തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമെന്ന് അവകാശപ്പെട്ടിരുന്നു പ്രതിപക്ഷ നേതാവ്. തുടർന്നെന്നാൽ പിന്നീട് 48 മണിക്കൂർ പിന്നിട്ട ശേഷമാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക 55 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത്. തുടർന്ന് പിന്നെയും തർക്കങ്ങൾ തുടരുന്നു. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പാർട്ടിയുടെ സ്വീകരിച്ചിരിക്കുന്ന പൊതുതത്വത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിൽ ഏറ്റവും വലിയ വെല്ലുവിളി കഴിഞ്ഞ മണിക്കൂറുകൾ വരെ ഉണ്ടായിരുന്നത് കെ സുധാകരൻ, അടൂർ പ്രകാശ് എന്നീ 2 എംപിമാർ മത്സരിക്കാൻ താല്പര്യം അറിയിച്ച് സജീവമായി തന്നെ രംഗത്തു നിന്നതും ഒപ്പം തന്നെ പാർട്ടിയുടെ അംഗീകാരമില്ലെങ്കിൽ പോലും സമ്മതമില്ലെങ്കിൽ പോലും മത്സരിക്കാൻ ഇരുവരും തയ്യാറെടുക്കുകയും ചെയ്തിരുന്നതാണ്. ഇന്ന് തന്നെ പാർലമെന്റിൽ നിന്നും കേരള ഹൗസിൽ നിന്നും നോ ലയബിലിറ്റി സർട്ടിഫിക്കറ്റുകൾ 2 നേതാക്കളും വാങ്ങി വച്ചിരുന്നു. തെരഞ്ഞെടുപ്പിന് മത്സരിക്കാനുള്ള പ്രാഥമിക ഒരുക്കങ്ങൾ പോലും ഈ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതും ഒപ്പം തന്നെ ഈ നേതാക്കൾ 2 പേരും തലപ്പൊക്കമുള്ള നേതാക്കളാണ്. കെ സുധാകരൻ കണ്ണൂരിൽ നിന്നുള്ള ഒരു നേതാവാണെങ്കിൽ പോലും കേരളത്തിൽ ഉടനീളം അദ്ദേഹത്തിന് ശക്തമായ പിന്തുണയുള്ള നേതാവാണ്, അനുയായികളുള്ള ഒരു നേതാവാണ്. കൂടാതെ സമുദായ സമവാക്യങ്ങളും നേതൃത്വത്തെ വലിയ തോതിൽ തന്നെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. ഈഴവ വിഭാഗത്തിൽ നിന്നും തലപ്പൊക്കമുള്ള നേതാക്കൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഇല്ല എന്ന വിലയിരുത്തലുകളും ഈ നേതാക്കൾക്ക് അനുകൂലമായ ഒരു തീരുമാനമെടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീക്കി. തുടർന്നാണ് സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും കെ സുധാകരനുമായി ആശയവിനിമയം നടത്തുകയും ഇന്ന് അദ്ദേഹം നടത്തും എന്ന് അറിയിച്ചിരുന്ന വാർത്താ സമ്മേളനത്തിൽ നിന്നും തൽക്കാലത്തേക്ക് പിന്മാറണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും അത് അദ്ദേഹം അംഗീകരിക്കുകയും ചെയ്തത്. അത് അനുകൂലമായ ഒരു തീരുമാനം ഹൈക്കമാൻഡിൽ നിന്നുണ്ടാകും എന്ന ഒരു ധാരണയുടെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു ആ ഒരു തീരുമാനം ഇന്ന് ചേർന്ന രണ്ടാമത്തെ CEC യോഗത്തിൽ ഉണ്ടാവുകയും ചെയ്തു. ഇരുവരെയും മത്സരിപ്പിക്കാം എന്ന ഒരു ധാരണയിലേക്ക് എത്തി. എന്നാൽ അപ്പോഴും പ്രതിസന്ധി ഉടലെടുത്തത് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ. അത് പാർട്ടി സ്വീകരിച്ച പൊതു നയം അത് എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് ആ ഒരു തീരുമാനത്തിൽ ഇളവ് നൽകി എന്നുള്ളതാണ് മല്ലികാർജുൻ ഖാർഗെയെ ചൊടിപ്പിച്ചത്. അദ്ദേഹം അതിലുള്ള കടുത്ത അതൃപ്തി നേതാക്കളെ അറിയിക്കുകയും ചെയ്തു. തുടർന്നാണ് വീണ്ടും ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കാനുള്ള യോഗം ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു യോഗത്തിൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് അടുത്ത ഘട്ട രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങും എന്നാണ് കണക്കുകൂട്ടുന്നത്. നേതാക്കളും ആ ഒരു ഉറപ്പാണ് നൽകുന്നത്. CEC പൂർത്തിയാക്കിയ ഉടൻ തന്നെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങുമെന്നാണ് നേതാക്കൾ അറിയിക്കുന്നത്. എന്തായാലും ഈ ഒരു യോഗം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. മല്ലികാർജുൻ ഖാർഗെയെ അന്വയിപ്പിക്കാൻ കഴിഞ്ഞാൽ നേരത്തെ പുറത്തിറക്കിയ അല്ലെങ്കിൽ CEC അംഗീകരിച്ച CEC ധാരണയിലെത്തിയ രീതിയിലുള്ള സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാം. അതിൽ കെ സുധാകരനും അടൂർ പ്രകാശ് അടക്കമുള്ളവർ ഉൾക്കൊള്ളുന്നതാകും ആ ഒരു സ്ഥാനാർത്ഥി പട്ടിക. മല്ലികാർജുൻ ഖാർഗെ ഈ ഒരു നേതാക്കളുടെ വിശദീകരണത്തിൽ തൃപ്തനായില്ല എങ്കിൽ ഈ തീരുമാനം വീണ്ടും പുനഃപരിശോധിക്കേണ്ടി വരും. അത് കൂടുതൽ സങ്കീർണതകളിലേക്ക് പാർട്ടിയെ എത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകും. കെ സുധാകരൻ കടുത്ത തീരുമാനത്തിലേക്ക് ഉറച്ചു തന്നെ മുന്നോട്ട് നീങ്ങുന്നതും കഴിഞ്ഞ മണിക്കൂറുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. അദ്ദേഹം ഒറ്റയ്ക്ക് മത്സരിക്കുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നീക്കം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നുള്ളതും നേതാക്കൾ വലിയ തോതിൽ ആശങ്കപ്പെട്ടിരുന്നതായിരുന്നു. കാരണം ഈ സ്ഥാനാർത്ഥിത്വം അദ്ദേഹത്തിന് നിഷേധിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് കണ്ട ഘട്ടങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ കൂടാതെ കണ്ണൂരിലെ പരിപാടിയിൽ പങ്കെടുത്തും നടത്തിയ വൈകാരികമായ അദ്ദേഹം മുൻ പ്രസംഗങ്ങളിലൂടെയും പോസ്റ്റുകളിലൂടെയും അദ്ദേഹം മുന്നോട്ട് വെച്ച സന്ദേശം അത് നേതൃത്വത്തെ വലിയ തോതിൽ സമ്മർദ്ദത്തിലാക്കുന്നത് തന്നെയാണ്. കെ സുധാകരന് അനുകൂലമായ തരത്തിൽ ഫേസ്ബുക്കിലും പോസ്റ്ററുകളുടെ രൂപത്തിലും വലിയ തോതിലുള്ള പിന്തുണ കേരളത്തിൽ ഉടനീളം കണ്ടതാണ്. തീയ വിഭാഗത്തിൽ നിന്നുള്ള ഒരു മുതിർന്ന നേതാവാണ് കെ സുധാകരൻ. അദ്ദേഹം കണ്ണൂരിൽ മാത്രമല്ല കേരളത്തിൽ ഉടനീളം അദ്ദേഹത്തിന് വലിയ തോതിലുള്ള സ്വാധീനമുണ്ട്. ഈ ഒരു
മലബാർ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഭാഗത്തിന്റെ വോട്ട് അത് ഏറെ നിർണായകമാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. സമാനമായി തന്നെ അടൂർ പ്രകാശ് തെക്കൻ കേരളത്തിലുള്ള മുതിർന്ന ഒരു നേതാവാണ്. ഇരുവരും സിറ്റിംഗ് മണ്ഡലങ്ങൾ മത്സരിക്കാനല്ല താല്പര്യം പ്രകടിപ്പിച്ചത്, മറിച്ച് നിലവിൽ LDF കൈവശമുള്ള സീറ്റുകൾ പിടിച്ചെടുക്കാനാണ് തങ്ങൾ മത്സരിക്കണമെന്ന് താല്പര്യം അറിയിച്ചത് എന്നാണ് മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു വിശദീകരണം. അത് പാർട്ടി ഇത്തവണ ഭരണം ലഭിക്കാതെ മറ്റു വഴിയില്ല എന്നൊരു സാഹചര്യത്തിൽ നിൽക്കുന്ന പാർട്ടിക്ക് ഇരുവരും മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ ഒരു സമ്മർദ്ദം അത് താങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടിയാണ് സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. എന്നാൽ അവിടെ പുതിയ ഒരു പ്രശ്നം അല്ലെങ്കിൽ പുതിയൊരു പ്രതിസന്ധി ഉടലെടുക്കുകയായിരുന്നു. ആ ഒരു പ്രതിസന്ധി കൂടി പരിഹരിക്കാനുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ ചർച്ചകളിൽ നിന്നും അനുകൂലമായ അല്ലെങ്കിൽ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് ആശയക്കുഴപ്പങ്ങളില്ലാത്ത തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക്, ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഏറ്റവും വലിയ വെല്ലുവിളി മുന്നിലുള്ളത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഈ ഒരു യോഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.